പെർമിറ്റ് ലംഘിച്ച് സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ കൊച്ചി നഗരത്തിൽ നിയമം കടുപ്പിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. നിയമം കാറ്റിൽ പറത്തി എറണാകുളം ജില്ലയിൽ സർവീസ് നടത്തുന്നവരുടെ എണ്ണം കൂടിയതിനാലാണ് ഇത്തരമൊരു നടപടി വന്നത്. അതേസമയം ഓൺലൈൻ ഓട്ടോ ടാക്സികളാണ് ഇങ്ങനെ നിയമലംഘനം നടത്തുന്നതെന്നാണ് ഓട്ടോ ഡ്രൈവേഴ്സ് പറയുന്നത്. പെർമിറ്റ് അനുവദിച്ചുള്ള പ്രദേശത്ത് നിന്ന് വരുന്ന ഓട്ടം മാത്രമാണ് ഇവർക്ക് ഓടാൻ സാധിക്കുന്നത്. ആ പരിധി വിട്ടാൽ പെർമിറ്റ് നിയമലംഘനത്തിന് പിഴ ഈടാക്കും. സമീപ ജില്ലയിലെ 20 കിലോമീറ്റർ വരെ ഓടുന്നതിൽ തടസ്സമില്ല. ഇങ്ങനെ ദൂരേക്ക് ട്രിപ്പ് പോകുന്നവർ തിരിച്ച് ഓട്ടം പിടിക്കാതെ തന്നെ മടങ്ങണമെന്നാണ് നിയമം. എന്നാൽ ഈ നിയമങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തിയ MVD തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 260ഓളം ഓട്ടോറിക്ഷകൾ കൊച്ചിയിൽ മാത്രം ഓൺലൈനായി ഓടുന്നതായി മനസ്സിലായത്. നമ്പർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, അതേസമയം തന്നെ ബാക്കി കണ്ടീഷൻസും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ സ്പെസിഫിക്കേഷനിൽ കൂടി ആ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നും വന്ന് ഓടാൻ ആ നിയമം തന്നെ അനുവദിക്കുന്നില്ല. ദിസ് ടോട്ടലി റെസ്ട്രിക്റ്റഡ് ഫോർ ദ പർട്ടിക്കുലർ താലൂക്ക്, ലിമിറ്റഡ് താലൂക്കാണ്. അതേസമയം ഓൺലൈൻ ഓട്ടോ ടാക്സികളാണ് പെർമിറ്റ് ലംഘനം നടത്തുന്നതെന്ന ആരോപണവുമായി എത്തിയിരിക്കുകയാണ് ഓട്ടോ ഡ്രൈവേഴ്സ് സൗഹൃദ കൂട്ടായ്മ. ഇത്തരത്തിലോടുന്ന ഓട്ടോറിക്ഷകൾ ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല. ഓൺലൈൻ ഓട്ടോ ടാക്സിക്കാരുടെ കടന്നുകയറ്റത്തിൽ പോക്കറ്റ് ചോരുന്നത് തങ്ങളുടേതാണെന്നും ഇവർ പറയുന്നു. സ്റ്റാൻഡിൽ വന്ന് ടേണായിട്ട് പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി ഓട്ടം പോകാൻ വേണ്ടി കാത്തു കിടക്കണം. ആ കാത്ത് ഇപ്പോൾ ഒരു ഓട്ടം വരും എന്ന് പറഞ്ഞ് കാത്തു കിടക്കുന്ന സമയത്ത് മോളിന്ന് ഫ്രണ്ടിൽ ബസ്സിന് വന്ന ഒരാൾ ഇറങ്ങിയിട്ടും ഒരു ഫോൺ ചെയ്ത് ഉടനെ ഓട്ടോ വന്ന് ഈ ഇത് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോയാൽ നമ്മളിവിടെ കിടക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? പെർമിറ്റ് നിയമലംഘനം നടത്തിയാൽ ആദ്യം 3000 രൂപയാണ് പിഴ. വീണ്ടും ആവർത്തിച്ചാൽ പിഴ 7000 ഉയരും. കൂടാതെ ഓട്ടോറിക്ഷയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്യും. നിയമലംഘനം കൂടുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ പരിശോധന കടുപ്പിക്കാനൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ന്യൂസ് 18 കൊച്ചി.